മത്തായി 24 അധ്യായത്തിൽ 14 വചനമാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ വചനം അന്ത്യകാലത്തിന്റെ ഒരു പ്രവചനമാണ്. നമുക്ക് നോക്കാം. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും എന്നാണ് ഈ ദൈവവചനം. ഈ വചനം കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു. എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിയില്ല. കർത്താവ് ഈ വചനത്തിനെ കുറിച്ച് നമുക്ക്, കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സാഹചര്യം ഒരു ക്രിട്ടിക്കലായ സാഹചര്യത്തിലാണ് പോകുന്നത്. യേശു ക്രിസ്തുവിന്റെ വരുവാൻ പോവുകയാണ്. അതിൻ്റെ പ്രതികൂലങ്ങളൊക്കെ കഠിനതകളും ഒക്കെ ഒത്തിരി ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനം ചെയ്ത് നമ്മൾ ഒരു വിശുദ്ധ ജീവിതം, നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. ആ കാര്യത്തിലേക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം, സുവിശേഷം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ യേശു പറഞ്ഞതാണ് ദൈവരാജ്യം ലോകമെങ്ങും ദൈവത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയാണ്. ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. ഈ ലോകമെങ്ങും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അതിനുശേഷം അന്ത്യം, അവസാനം ആഗതമാകും എന്നാണ് അവിടുത്തെ വചനം. അപ്പൊ നമ്മുടെ അന്ത്യകാലഘട്ടത്തിൽ, യേശുക്രിസ്തുവിന്റെ വരികയ്ക്കുള്ള അന്ത്യകാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. നമ്മൾ വെളിപാട് ബുക്കുകൾ പഠിക്കുമ്പോൾ, വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ആർക്കും അത് തടസ്സപ്പെടുത്തുവാൻ പറ്റില്ല. ഇപ്പം വരുന്ന യുദ്ധങ്ങളും മറ്റ് ദരിദ്രത്തിന്റെ കാലങ്ങളും ഒക്കെ ആർക്കും തടസ്സപ്പെടുത്തുവാൻ പറ്റില്ല. അത് വരുവാനുള്ള കാരണങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ചൊക്കെ നമ്മൾക്കതിനെ കുറച്ച് മാറ്റാൻ പറ്റും. പരിപൂർണമായിട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല. അത് ദൈവത്തിന് എഴുതപ്പെട്ട വചനങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം അടുത്തിരിക്കുന്നത് കൊണ്ട് മനുഷ്യർ മാനസാന്തരപ്പെടണം എന്നാണ് ദൈവത്തിന്റെ പുതിയ ഒരു ജീവിതം, ദൈവത്തോടു കൂടെയുള്ള ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വചനം ഇതാണ് രാജ്യത്തിന്റെ, ഈ പുതിയ ഒരു ജീവിതം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് അവിടെ പറയുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ സുവിശേഷം എന്നാൽ സുവിശേഷം ഒരു രാജ്യത്തിന് മാത്രമല്ല, ലോകം മുഴുവനും, ലോകത്തിന്റെ അതിർത്തികൾ മുഴുവനും ഈ സുവിശേഷം കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. കാരണം ലാസ്റ്റിൽ ആരും പറയാൻ പാടില്ലല്ലോ സുവിശേഷം ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. യേശുവിന്റെ വരികയ്ക്ക്, യേശു വരുവാൻ പോകുന്ന കാലത്തിൽ അടുത്ത് നടക്കാൻ പോകുന്ന യേശുവിന്റെ രാജ്യമാണ്, യേശുവാണ് ഈ ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ ലോകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവത്തെ വിട്ടുകഴിഞ്ഞ് ലോകത്തിന്റെ രാഷ്ട്ര നേതാക്കൾ അവരെ ദൈവത്തിന്റെ തുല്യമാക്കിക്കൊണ്ടുള്ള ഒരു ഭരണസംഗതി നടക്കാൻ പോകുവാണ്. അപ്പൊ അതിനു മുൻപേയുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുവിശേഷം ഒരു രാജ്യത്തിന്റെ മാത്രമല്ല, സകല ജനതകൾക്കും ജാതികൾക്കുമുള്ള ഒരു സുവിശേഷമാണ്. ഇത് അത്യുന്നതനായ ദൈവം, പരമോന്നതനായ ദൈവം ഏർപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം സൃഷ്ടാവായ ദൈവം തന്നെ പറയുന്നു, എൻ്റെ അന്ത്യകാലത്തിൽ യേശു ക്രിസ്തുവിന്റെ ആ അന്ത്യകാല വരകയ്ക്ക് മുൻപ് എന്ത് സംഭവിക്കുമെന്ന് മത്തായി 24 അധ്യായം എടുത്തിച്ച് നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. അത്യുന്നതനായ ദൈവം നൽകിയ വചനങ്ങളാണ് അന്ന് മുതൽ ഇന്ന് വരെ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷം എല്ലാ ജനതകൾക്കും എത്തപ്പെടണം. അത് ഞാൻ വഴിയോ നിങ്ങൾ വഴിയോ മറ്റൊരു വ്യക്തി വഴിയോ നമ്മളെല്ലാം കേട്ടിട്ട് നമ്മളെ അടക്കി വെക്കരുത്. നമ്മൾ പോകുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ, നമ്മൾ എവിടെയെല്ലാം പോകുന്നു അവിടെ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് യേശു അവനിലേക്ക് നമ്മളെ അടുപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അറിയുന്ന സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. അത് മറ്റുള്ളവരോട് പറയണം. അപ്പോഴാണ് ദൈവനാമം അവിടെ മഹത്വപ്പെടുന്നത്. ഓരോ മനുഷ്യ വ്യക്തിയും
ദൈവത്തിന്റെ രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം ഇതിനു വേണ്ടിയിട്ടാണ് സുവിശേഷം കൊടുക്കപ്പെട്ടത്. പക്ഷേ ഇന്ന് പല ജനങ്ങളും ക്രിസ്ത്യാനിയുടെ ദൈവമാണ് യേശു എന്ന് പറഞ്ഞ് യേശുവിനെ അവോയ്ഡ് ചെയ്യുകയും അവരെ ഓരോരോ ദൈവ കാര്യങ്ങളെ അവരുടെ ഇഷ്ടങ്ങൾ വഴി നടത്തുകയും ചെയ്യുന്ന സാഹചര്യം. ഇപ്പൊ അന്ത്യകാലം ഭയങ്കരമായ ഒരു പോരാട്ടമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എവിടേക്കും സ്നേഹമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, പ്രതികൂലങ്ങളാണ്, ജോലി പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന് ഇതുവരെയും കാണാൻ പറ്റാത്ത പല സാഹചര്യം 10 വർഷത്തിന് മുൻപേ ഉള്ളത് മാതിരിയല്ല ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാം ഒരു സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവമായ കർത്താവ് ആരാണെന്ന് അറിയുവാനും ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒത്ത് മനുഷ്യൻ വരുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ജന്മസ്വഭാവങ്ങളായ ഒരുപാട് സ്വഭാവങ്ങളിൽ ലോകത്തിന്റെ പാവത്തിൻ്റെതായ സ്വഭാവങ്ങൾ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ആ പഴയ സ്വഭാവങ്ങളെല്ലാം മാറ്റി ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക്, യേശുവിന്റെ സ്വഭാവ ഗണത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ദൈവം അവിടെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുവാനും ആത്മാവിന്റെ ജീവൻ, അതായത് ജീവനും മരണം, അത് മനുഷ്യന്റെ ശരീര മരണത്തെ അല്ല അത് ഉദ്ദേശിക്കുന്നത്, ആത്മാവിന്റെ മരണത്തെയും ആത്മാവിന്റെ ജീവനെയും. എങ്ങനെയാണ് ആത്മാവ് മരിക്കുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും പറയാൻ പോകുന്നത്. അപ്പം ഇത് ലാസ്റ്റ് ഡേയ്സ് ആണ് ഞാൻ പറയുന്നല്ലോ. ഈ ലാസ്റ്റ് ഡേയ്സിന്റെ സുവിശേഷമാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ സുവിശേഷം ഇത് നമ്മൾ ലോകം ഇതുവരെയുള്ള സുവിശേഷ മാതിരിയല്ല. ലോകമെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അന്ത്യകാലം ആഹതമാകും. അതുകൊണ്ട് നമ്മളുടെ കഷ്ടതകൾ, നമുക്ക് പല ഘട്ടങ്ങൾ നമുക്ക് സഹിക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് യേശു വരാൻ പോകുന്നത് കൊണ്ട് സാത്താന്റെ രാജ്യം മിണ്ടാതിരിക്കത്തില്ല. ദൈവത്തിന്റെ അടുത്ത് വന്ന സകല മക്കളെയും എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊടുത്ത് അവരെ മാനസികമായിട്ട് അവരെ പീഡിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു സിറ്റുവേഷൻ ആകുന്നു ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പൊ എവിടെ പോയി നോക്കിയാലും ഈ ജനങ്ങൾക്ക്, അതായത് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളായ മക്കൾക്ക് രക്ഷ എവിടെ കിട്ടും, നന്മ എവിടെ കിട്ടുമെന്ന് അവർ പലയിടങ്ങളും പൊക്കോണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ മൂടി മറച്ച് ക്രിസ്ത്യാനി എന്ന് പറയുന്ന മക്കൾ തന്നെ അവര് ഇവിടെയെല്ലാം പോകുന്നെന്ന് ഞാനിപ്പോൾ കേരളത്തിൽ വന്ന ടൈമിന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ട് ഒരുപാട് ഞാൻ കരഞ്ഞു പോയ കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യാനികളാണ്, പക്ഷെ അവർ യേശുവിലേക്കുള്ള ക്രിസ്ത്യാനികളായിട്ടല്ല ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം അവർക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അവർക്ക് അറിയാത്ത ഒരു സാഹചര്യങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ കുറിച്ച് അറിയുന്ന നമ്മൾ ഓരോ വ്യക്തികളും മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കാര്യം കുറച്ച് മനസ്സിലായാൽ കുറച്ച് തിരുന്തി വരുവാൻ ഉണ്ട്. കാരണം നമ്മൾ പറയേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതെടുക്കാം. കാരണം ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും മനുഷ്യരായ നാം അകന്ന് ജീവിക്കണമെന്നും നമ്മൾ വിശുദ്ധീകരിച്ചുള്ള ഒരു ജീവിതം ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചിട്ടാണ് ഈ അന്ത്യകാലത്തെ രാജ്യത്തിന് സുവിശേഷം പറയപ്പെടുന്നത്. ഈ പഴയ സ്വഭാവങ്ങളെയെല്ലാം മാറ്റി പുതിയ സ്വഭാവത്തിലേക്ക്, അതായത് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരണം. പഴയ സ്വഭാവം പഴയ സ്വഭാവത്തിന്റെ പുളിപ്പുകൾ നമ്മൾ വിചാരിക്കും പാവം എന്ന് പറഞ്ഞാൽ കൊല ചെയ്യുന്നതായിരിക്കും, മോഷണമാണ്, മറ്റു പല കാര്യങ്ങളുമായിരിക്കുമെന്ന്. പക്ഷെ ദൈവവചനത്തിൽ പാവത്തിനെ കുറിച്ച് പല രീതികളും, ചെറുത് മുതൽ വലിയ പാവങ്ങളെ കുറിച്ച് കൂടെ ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പുതിയ നിയമം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ദൈവവചനം വായിക്കുക മാത്രമല്ല, ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് നമ്മൾ കുറച്ച് നമ്മൾക്ക് ഒറ്റയടിക്ക് മുന്നോട്ട് അതെല്ലാം മാറ്റിയിട്ട് വരാൻ കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് അതിനെല്ലാം മാറ്റി വിശുദ്ധീകരിച്ച് ഓരോ ദിവസവും വിശുദ്ധീകരിച്ച് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ പഴയ സ്വഭാവം മാറ്റണം.
ആത്മാവിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിന് ഒരു പ്രത്യേകിച്ച കാരണമുണ്ട്. ആ കാരണം നമ്മൾ പറയാം. റോമർ 3-ാം അധ്യായത്തിൽ 23-ാം വചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. അപ്പം എല്ലാവരും, ലോകത്തിൽ പാവമില്ലാത്തവരാരുമില്ല, എല്ലാവരും തന്നെ പാവികളാണ്. എല്ലാവരും പാവം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. കാരണം ലോകം പാവത്തിന്റെ ചുറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെതായ പണ ആശ, ലോകത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഇത് പറയാതെ ഞാൻ വചനം അനുസരിച്ചുള്ള കാര്യം പറയാം. ജഡത്തിന്റെ വ്യാപാരങ്ങളായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കാം. വ്യഭിചാരം എന്നത് ഒരു ജഡത്തിന്റെ സ്വഭാവമാണ്. അശുദ്ധി, അതായത് നമ്മൾ ഗലാത്യൻ 5-ാം അധ്യായത്തിൽ 19-ാം വചനം 19 മുതൽ 21 വരെയുള്ള വചനമുള്ള കാര്യമാണ് ഞാനിത് പറയുന്നത്. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹ ആരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വിവാഹിയ ചിന്ത, മധുരോത്സവം, വിദ്വേഷം, ഇവയ്ക്ക് സദൃശ്യമായ മറ്റു പാവങ്ങളും എല്ലാം പാവങ്ങളാണ്. നമ്മൾ ഇതെല്ലാം പാവമായിട്ട് അങ്ങനെയൊന്നും കണക്കാക്കത്തില്ല. കാരണം അസുഷ്യയിൽ നടക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രതികൂലങ്ങളൊക്കെ നടക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പറഞ്ഞു പോകും, വിദ്വേഷം ഉണ്ടാവും, വൈരാഗ്യം ഹൃദയത്തിൽ തോന്നും, വേണ്ടാത്ത ചിന്തനകൾ തോന്നും. നമ്മൾ പല ടി വിയും മറ്റു കാര്യങ്ങളും സെൽഫോണും ഇതെല്ലാം കാണുമ്പോൾ അവിടെയൊക്കെ നന്മ 20% ഇരുന്നാൽ 80%ഉം തിന്മയുടെ കാര്യങ്ങളാണ് കൂടുതൽ ഇരിക്കുന്നത്. തിന്മയാണ്. നന്മയെ ജനങ്ങൾ, മനുഷ്യ വർഗം എന്ന് പറയുന്നത് നന്മയെ പെട്ടെന്ന് അനുകരിക്കത്തില്ല. തിന്മയാണ് അവർ പെട്ടെന്ന് അനുകരിക്കുന്നത്. തിന്മയാണ് പെട്ടെന്ന് അവർക്കൊരു സന്തോഷം തോന്നുന്ന, ഒരു സുഖം തോന്നുന്ന, തിന്മയായ കാര്യങ്ങളെയാണ് ഒരു സുഖം തോന്നുന്നത്. സത്യത്തോട് അവർ കൂടുതൽ അടുക്കത്തില്ല. കാരണം തിന്മ കുറച്ച് സുഖകരമായിരിക്കും. തിന്മയായ അല്ലാതെ ചതിയായ വർത്തമാനങ്ങൾ എങ്ങനെയിരിക്കും? ഒരു മധുരമുള്ള സംസാരമായിരിക്കും. അപ്പൊ എല്ലാവരും ഇന്ന് മധുരമുള്ള സംസാരം, മധുരമുള്ള കാര്യങ്ങളിലേക്കാണ് ആകൃഷ്ടരാകുന്നത്. അങ്ങനെയാണ് ചതിക്കുഴിയിൽ പലരും വീണു പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ കപടതയും വഞ്ചനയും ആരും കാണാതെ പോവുകയാണ്. അപ്പം ഈ ശത്രുത എന്ന് പറയുന്ന ഇപ്പൊ ഒരു പെർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലിയെ തന്നെ എടുക്കാം. ഇപ്പൊ ഫാമിലിയിലൊരു സഹോദരങ്ങളെ എടുക്കാം, മാതാപിതാക്കളെ എടുക്കാം, അയലുകാരെ എടുക്കാം, ആരെ വേണമെങ്കിൽ എടുക്കാം. അവരോട് ശത്രുത ഇല്ലാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല. കാരണം മനുഷ്യൻ ആയതുകൊണ്ട്, മനുഷ്യന്റെ ഭൂമിയിലെ സാഹചര്യങ്ങളൊക്കെ ഒരു പ്രതികൂല കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവത്തിൽ അസൂയ ഉണ്ടാകാം, ഭിന്നതയുണ്ടാകാം, വഴക്കിടുന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകാം. ഒരു അതായത് ദൈവം യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റ് ആരെ മുഖ്യമായിട്ട് ആരാധിച്ചാൽ, അതായത് യേശുവിനെയും ആരാധിക്കുക, യേശുവിൻ്റെ അടുത്തും വരിക, മറ്റ് വഴികളിൽ മാറിപ്പോകുക. ക്രിസ്ത്യാനികളുടെ കാര്യമാണ് വിഗ്രഹാരാധനയുടെ കാര്യം പറയുന്നത്. നമ്മൾ വെളിയിലുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് അതിൻ്റെ കാര്യമില്ല, അത് അവരുടേതായ കാര്യങ്ങൾ. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനികളായ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ സമയം ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു വലിയ ഒരു രണ്ടാഴ്ചക്ക് മുൻപിൽ അവിടെ ഒരു വലിയ ഉത്സവം നടന്നു. അതിൽ ഏകദേശം ക്രിസ്ത്യാനികളും അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനികൾ ഏത് വഴിയിലാണ് നടക്കുന്നത്? അപ്പം വിഗ്രഹാരാധന, ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധന ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. വിഗ്രഹത്തിന് സമർപ്പിക്കുന്ന കാര്യങ്ങളായാലും അവര് യേശു ക്രിസ്തുവാണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടി പാവപരിഹാര ബലിയായി രക്തം ചിന്തിയത്, മറ്റൊരു വ്യക്തിയല്ല. ലോകത്തിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമേ ഇല്ല. യേശുവാണ് രക്തം ചിന്തിയത്. കാരണം എന്താണ്? ലോകത്തിലെ മനുഷ്യരെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിൻ്റെ
വഴിയെ വന്നാൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് നമ്മൾക്ക് കടക്കുവാൻ പറ്റുകയുള്ളൂ. ഇതൊന്നും നന്നായിട്ട് ക്രിസ്ത്യാനിയായ മനുഷ്യർക്ക് അറിയാതെ അവർ പല പാവവഴികളിലും പോയി ചതിയിൽപ്പെട്ട് അവർക്കറിയില്ല. അത് അറിയാതെയാണ് അവർ അത് പോകുന്നത്. കാരണം യേശു ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അകത്താണ്, സ്വർഗരാജ്യത്തിൽ പോകും എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ വെളിപാട് 21-ാം അധ്യായം 22-ാം അധ്യായം എടുത്തു വെച്ച് വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വിഗ്രഹാരാധികളോ മന്ത്രവാദികളോ വ്യഭിചാരികളോ പാവികളോ ഒരിക്കലും സ്വർഗരാജ്യം അവർ കരസ്ഥമാക്കില്ല. അവരെല്ലാം ഹെല്ലിന്റെ സന്തതികളായിട്ടാണ് ദൈവം അവിടെ പറയുന്നത്. അപ്പം മദ്യപാനം കഴിച്ചാൽ അത് കുറച്ച് കഴിക്കുന്നു. അത് പല ഭാര്യമാരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം, ആഴ്ചയ്ക്ക് ഒരു ദിവസം കഴിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മദ്യപാനം, മധുരോത്സവം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് പാപമാണ്. അത് ദൈവിക വഴിയെ പോകുന്നതല്ല. ദൈവത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പോകുന്ന വഴികളാണ് അതെല്ലാം. അത് ദൈവം അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. ദൈവം അംഗീകരിക്കുന്ന ഒരു 9 കാര്യങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിപ്പാനും എടുപ്പാനും കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണ്? അജ്ഞത കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. അവരെ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്, അറിയാതെയാണ് ചെയ്യുന്നത്. പലരും അറിയാതെയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് വ്യക്തമായിട്ട് അവർ ബൈബിൾ വായിക്കുകയോ വായിക്കുന്ന വചനങ്ങൾ അവർക്ക് ചില ടൈമിൽ നന്നായിട്ട് മനസ്സിലാവുന്നില്ലായിരിക്കും. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അവർ വിചാരിക്കുന്നു യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റ് ആകാശത്തിന് കീഴെ ഭൂമിയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഏക മധ്യസ്ഥൻ യേശുവാണ്. പിതാവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവൻ യേശുവാണ്. ആ യേശുവിന്റെ നാമത്തിനല്ലാതെ മറ്റൊരു ഏതെങ്കിലും നാമത്തിനെ ആരെങ്കിലും കപടതയോടെ പറഞ്ഞ് ദൈവത്തിൽ നിന്നും വഴിമാറ്റി അവര് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ദൈവ വഴിയിലല്ല നടക്കുന്നത്. അവര് ദൈവത്തിന്റെ യേശുവിന്റെ നാമം പറഞ്ഞിട്ട് അതിനെ ഒരു മറയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഗലാത്യർ 5-5 വായിച്ചത്. അതിനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വായിക്കുവാണെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. അതായത് ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ അവിടെയുണ്ട്. അതെന്താണ്? ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ സ്നേഹമാണ്. സ്നേഹം, ആനന്ദം. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ആ സ്നേഹം 1 കൊരിന്ത്യർ 13-ാം അധ്യായം എടുത്തു വെച്ച് വായിച്ചാൽ സ്നേഹത്തെക്കുറിച്ച് വളരെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നു. എല്ലാവരും തന്നെ പറയുന്നു നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ 13-ാം അധ്യായം 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമ്മളെടുത്ത് വായിച്ചാൽ സ്നേഹം സകലതും ക്ഷമിക്കും, സഹിക്കും, സകലതും വിശ്വസിക്കും, സകലതും അംഗീകരിക്കും. സ്നേഹം ആരെയും വേദനപ്പെടുത്തില്ല, അപമാനപ്പെടുത്തില്ല എന്നെല്ലാം പറഞ്ഞ് വ്യക്തമായിട്ട് നിങ്ങളത് എടുത്തു വെച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായം എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാവുന്നതുള്ളൂ. അപ്പം ദൈവത്തിന്റെ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം, ആനന്ദം, സന്തോഷമായിട്ടിരിക്കുന്ന, ഏത് പ്രതികൂലത്തിലും ഏത് കഷ്ടതയിലും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇപ്പം ഇതിന് കാരണം, ഇതിന് ഒരു അടയാളം ഞാനാണ്. കാരണം എനിക്ക് ഈ കഴിഞ്ഞ നാളുകളിലാണ് എൻ്റെ എൻ്റെ ഭവനം, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ നഷ്ടപ്പെട്ടിട്ടും ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് ജോബ് പണ്ട് പറഞ്ഞതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞു. എല്ലാം തരുന്നവൻ ദൈവമാണ്. ആ ദൈവം തരുമ്പോൾ എൻ്റേതെന്ന് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട്
എൻ്റേതാണ്, ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനാണ് എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ദാനം കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ ജീവൻ തന്നെ ഒരടി ഇന്ന് നമ്മൾ മുന്നോട്ട് വെക്കണമെങ്കിലും കർത്താവിൻ്റെ ദാനമാണ്, അവൻ്റെ കൃപ കൊണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഒന്നുമില്ല. നമുക്കൊരു തലവേദന മാറ്റുവാൻ കൂടെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. മരുന്നുകൊണ്ട് മാറ്റാമായിരിക്കാം, പക്ഷെ നമ്മൾ അത് മാറട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറുന്ന കാര്യമല്ല. അത് ദൈവത്തിന് മാത്രമേ അതിനെ മാറ്റുവാനൊക്കെ കഴിയുള്ളൂ. അപ്പം ദൈവം ആണ്, യേശുവാണ് എല്ലാത്തിനും മുഖ്യസ്ഥാനം. യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനക്കാരായി, നമ്മുടെ ഭവനത്തിൻ്റെ ഒന്നാം സ്ഥാനമായി നമ്മൾ വെച്ചാൽ നമ്മുടെ ഏത് പ്രതികൂലങ്ങൾ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കുവാനും സന്തോഷത്തോടുകൂടെ അത് അംഗീകരിക്കുവാനും കഴിയുന്ന കാര്യമാണ്. പിന്നെ സമാധാനം ഒരു പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ബഹളവും ഒച്ചയും വെപ്രാളമൊക്കെ ഉണ്ടാക്കാതെ സമാധാനപരമായ ഒരു ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു സ്വസ്ഥതയും ശാന്തതയൊക്കെ കിട്ടും. ക്ഷമ, ദയ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഗുണങ്ങളാണ്. ക്ഷമ, ദയ, വിശ്വസ്തത, ഇതെല്ലാം ദൈവിക ഗുണങ്ങളാണ്. സൗമ്യത, ആത്മ സംയമനം, ഇതൊക്കെ ദൈവിക ഗുണങ്ങളാണ്. അപ്പൊ ഈ ഗുണത്തിലേക്ക് നമ്മൾ ജീവിക്കണമെന്നാണ് കർത്താവായ ക്രിസ്തു ആഗ്രഹിക്കുന്നത്. കാരണം ഈ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഓരോ മനുഷ്യനും ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അന്ന് ആദത്തിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദം അനുസരണ കെട്ടതുകൊണ്ട് ഭൂമി ആരുടെ കയ്യിൽ അകപ്പെട്ടു പോയി? പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോയി. ഇന്ന് പിശാചിന്റെ ഘോര താണ്ഡവങ്ങളാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭൂമിയെ രക്ഷിക്കുവാനും ആ ജനത്തെ രക്ഷിക്കുവാനുമാണ് ദൈവമായ കർത്താവ് ഭൂമിയിലേക്ക് മറിയത്തിന്റെ ഉദരത്തിൽ കൂടെ ഉത്ഭവിച്ചു. അന്ന് മറിയമെന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടി വളരെ വിശുദ്ധയായിരുന്നു. ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ അംഗീകരിച്ചു, ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ഒരു വിശുദ്ധ കന്യകയായിരുന്നു മറിയ. അതുകൊണ്ട് എബ്രിയേൽ ദൂതനെ ദൈവം അയച്ച് ഇവളിൽ വന്ന് ഉത്ഭവിക്കാം എന്ന് പറഞ്ഞു. അത് ഉൽപ്പത്തിയിൽ പറഞ്ഞു, പിശാചിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. അന്ന് പറഞ്ഞ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമായിരുന്നു മറിയം. ആ മറിയത്തിൽ യേശു വന്ന് ഉത്ഭവിച്ചു. അവൻ മാംസവും രക്തവുമായാൽ തന്നെ ബലി കൊടുക്കുവാൻ പറ്റുള്ളൂ. അവൻ തന്നെ ബലിയായി അവൻ സമർപ്പിച്ചു. ക്രൂശിൽ അവൻ സമർപ്പിച്ചു. ഗെത്സമനില്, ഈ ക്രൂശ് മരണത്തിന് മുൻപേ ഗെത്സമനില് യേശു ഒരുപാട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോട്ടെ എന്ന്. പക്ഷേ ദൈവം അത് മിണ്ടിയില്ല. അത് നടക്കേണ്ട കാര്യമാണ്. അങ്ങനെ ക്രൂശിൽ അവൻ ബലിയായി തീർന്ന് അപ്പോഴാണ് സാത്താന്റെ തലയെ തകർത്തത്. കാരണം ദൈവമാണ്, അവന്റെ രക്തം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും അവൻ രക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ രക്ഷ യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ ഏക മധ്യസ്ഥനും യേശുവാണ്. ഇവിടെ ഒരുപാട് മധ്യസ്ഥന്മാരും മധ്യസ്ഥമാരും ഇരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് അവര് ദൈവിക സ്വർഗരാജ്യത്തിൽ വരുമെന്ന് അവർ ചിന്തിച്ച് പാവം അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. യേശുവിൻ്റെ കൂടെ വന്നാൽ മാത്രമേ നമ്മൾക്ക് നിത്യരക്ഷ കിട്ടുകയുള്ളൂ. പരിപൂർണമായിട്ട് അവനെ അംഗീകരിക്കുക. അപ്പോൾ ദൈവിക സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടി? യേശുവാണ് ഇനി ഭരിക്കാൻ പോകുന്നത്. യേശു വന്നു, അന്ന് ഒരു പ്രാവശ്യം വന്നു, അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് പോയി. ഇപ്പൊ സെക്കൻഡ് കമ്മിങ് വരാൻ പോവുകയാണ്. യേശു വരാൻ പോകുവാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മനുഷ്യൻ അന്ന് മുതൽ ഇന്ന് വരെ
ദൈവത്തിനെ അംഗീകരിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സ്വഭാവ ഗുണങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടിട്ടാണ് ദൈവവചനം വായിച്ചിട്ട് അതുവഴി ജീവിക്കുക എന്ന് വീണ്ടും 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 എല്ലാവരോടും പറഞ്ഞ ബൈബിൾ വായിച്ചാൽ മാത്രമേ നമ്മൾക്ക് യേശുവിലേക്ക് വരാൻ പറ്റുള്ളൂ. ബൈബിളിനെ എവിടെയെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയില്ല, സത്യങ്ങൾ നമ്മൾക്ക് മറക്കപ്പെട്ടിരിക്കും, അറിയില്ല. അതുകൊണ്ട് ബൈബിൾ തുടക്കം മുതൽ വായിച്ചാൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോഴൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കും. ആരും നമ്മളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യത്തില്ല. എന്തുകൊണ്ട് യേശു വരാൻ പോകുന്നു? അതിനു വേണ്ടി വിശുദ്ധീകരിച്ച് ഓരോ മനുഷ്യൻ അവന്റെ മക്കളെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാൻ കാരണം വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ അവന്റെ കൂടെ ജീവിക്കാൻ, അവന്റെ കൂടെ നമ്മൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ദൈവമായ കർത്താവ് അവന്റെ സ്വഭാവത്തിൽ ഓരോ മനുഷ്യനും വരണമെന്ന് ഓർത്തുകൊണ്ട്, അങ്ങനെ അവന്റെ പ്രകാശത്തിലേക്ക് വരണമെന്ന് അവൻ വിചാരിച്ചു കൊണ്ടിട്ടാണ് സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എല്ലാ മനുഷ്യരോടും പ്രസംഗിക്കപ്പെടുന്നത്. പക്ഷെ അംഗീകരിക്കുന്നവർ അംഗീകരിക്കുന്നു, അംഗീകരിക്കാത്തവര് അത് അംഗീകരിക്കാതെ വിട്ടുകളയുന്നുണ്ട്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാം, മറ്റു കാര്യങ്ങൾ അത് ദൈവവും അവരും തമ്മിലുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഈ സമാധാനവും സന്തോഷവും ദൈവിക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിടപിടിച്ചാൽ നമ്മൾക്ക് സുഖകരമായിട്ട് ഒരു ജീവിതം നമ്മൾക്ക് നയിക്കാൻ പറ്റൂ. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് അത് പുറത്തല്ല, നമ്മളിൽ ഉള്ളിലാണ് ആ ദൈവരാജ്യം ഇരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം അത് പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ്. അത് ആത്മാവിന്റെ ശുദ്ധീകരണത്തിനെയാണ് അവിടെ പറയുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഒരു ശുദ്ധീകരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്ക്, ഈ 3 തലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ. കാരണം നമ്മുടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ചിന്തയിൽ പല കാര്യങ്ങൾ വേണ്ടാത്തതൊക്കെ ഒത്തിരി നമ്മൾ ചിന്തിക്കില്ല. ഒരു നിമിഷം തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത പല വഴിക്ക് പോകും. അപ്പം നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ, ഈ 3നെയും ശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വരുന്നത്. ഈ 3നെയും നമ്മൾ ശുദ്ധീകരിക്കണം. ഈ ഈ 3 ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ മകനും മകളുമായി നമ്മൾക്ക് മാറാൻ കഴിയും. തകർന്നു പോയ നമ്മുടെ ആത്മീയ അവസ്ഥയെ ശരിയായി യേശുവിനോടുള്ള ആ അതായത് പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുന്നത്, യേശുവിനോടുള്ള പുതിയ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ വരണം. ഒരു ആത്മീയ രൂപീകരണമാണ് അവിടെ നടക്കുന്നത്. പല വ്യക്തികൾക്കും ഈ വിഷയങ്ങളെ കൂടുതൽ അറിയാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് പല മിസ്റ്റേക്കുകളും അവർ ചെയ്യുന്നത്. അപ്പം ഒരു ആത്മീയ വിശുദ്ധീകരണമാണ് അവിടെ നടക്കുന്നത്. ഈ ആത്മീയ വിശുദ്ധീകരണം എങ്ങനെ നടക്കുന്നു? സുവിശേഷത്തിൽ കൂടെ. സുവിശേഷം നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ അംഗീകരിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നത് മാത്രമല്ല, യേശുവിനോടുകൂടെ നമ്മൾ യേശുവിനെ അംഗീകരിക്കുകയും സുവിശേഷത്തിൻ്റെ ആ നല്ല കാര്യങ്ങളെ നമ്മൾ എടുത്ത് നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും നമ്മുടെ വാർത്തകളും നമ്മുടെ പ്രവൃത്തികളും പരിശുദ്ധമായി മാറുമ്പോൾ നമ്മൾ വിശുദ്ധ സന്തതിയായി മാറുകയും സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി അപ്പോഴാണ് മാറുന്നത്. അല്ലാതെ ചർച്ചിൽ പോയത് കൊണ്ടിട്ട് നമ്മൾ ഒരിക്കലും ചർച്ചിൽ പോയി നമ്മൾ ആരാധന കണ്ടു, നമ്മൾ വന്നു, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് പാവം എല്ലാ ജനങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. അത് നമ്മളെ ചിന്തകളെ നമ്മൾ ശുദ്ധീകരിക്കണം, നമ്മുടെ വാർത്തകളെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തികൾ, ഇത് മുഴുവനും നമ്മൾ ശുദ്ധീകരണം വഴി നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. അത് ഒറ്റ ദിവസത്തിൽ നടക്കുന്ന കാര്യമല്ല. അത് പതുക്കെ 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 ഓരോ ദിവസവും കുറച്ച് 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 വീതമാണ് മാറി വരേണ്ടത്. അപ്പൊ എല്ലാ മനുഷ്യരിലേക്കും
അപ്പം ഈ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് യേശുവിന്റെ മണവാട്ടിയായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. ഇപ്പൊ ഒരു മണവാളന് മണവാട്ടിയായിട്ട് ഇരിക്കുമ്പോൾ ചുമ്മാ കുളിക്കാതെ നനയ്ക്കാതെ അങ്ങനെയുള്ളതൊന്നുമല്ല. മാരേജ് നടക്കുന്ന ടൈമിന് എത്ര ഭംഗിയുള്ള കുട്ടിയായാലും ഭംഗിയില്ലാത്ത കുട്ടികളായാലും എത്ര സുന്ദരിയായിട്ട് അവരണിഞ്ഞൊരുങ്ങി വരുന്നു. അതേപോലെ ഒരു അണിഞ്ഞൊരുക്കമാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമ്മൾ ഓരോ വ്യക്തികളും അണിഞ്ഞൊരുങ്ങണം. ഓരോ ദിവസവും അതിനെ ഓർത്ത് മണവാളൻ വരാൻ പോകുന്നു, മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള കനികളായിട്ട് മാറേണ്ടതായിട്ട് നമ്മൾക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ മക്കളായി മാറുന്നത്. അല്ലാതെ നമ്മൾ ചർച്ചിൽ പോയത് കൊണ്ടോ, നമ്മൾ വചനം വായിക്കുന്നത് വചനം അനുസരിക്കാനാണ്. വചനം വായിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല. വചനം വായിച്ച് നമ്മൾ അതിനെ അംഗീകരിച്ച് നമ്മൾ അതിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ യേശുവിന്റെ മക്കളായി മാറുന്നത്, ദൈവസന്തതികളായി മാറുന്നത്. മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞ് ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാനും പാവമാകുന്ന പുളിപ്പെന്ന ആ പുളിപ്പിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിക്കളയാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് എന്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് കേട്ടാൽ അത്രയ്ക്ക് നമ്മൾ വില ഉയർന്ന എൻ്റെ മീറ്റിങ്ങുകളിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഓരോ മനുഷ്യനും വളരെ വില ഉയർന്നവരാണ്. നമ്മുടെ പാപമാലിന്യങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകിയാൽ മാത്രമേ പാപം മാറുകയുള്ളൂ. യേശുവിന്റെ നാമത്താലും രക്തത്താലും മാത്രമേ പാപം മാറുകയുള്ളൂ. ഇത് വളരെ വളരെ മുഖ്യമായ ഒരു പോയിന്റാണ്. നമ്മുടെ പാപങ്ങൾ ഓരോന്നും നമ്മൾ കഴുകി ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം കൊണ്ട് കഴുകിയാൽ മാത്രമേ ഒരു പാപം പോവുകയുള്ളൂ. നമ്മളില്ലെങ്കിൽ പാപം മാറിപ്പോകത്തില്ല. അപ്പം നമ്മുടെ മനസ്സിലെ ഇരുൾ മാറണമെങ്കിൽ, അപ്പം കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മുടെ ആത്മാവിന്റെ വസ്ത്രത്തിലെ കഴുകിയെന്നും നമ്മള് വെളിപാട് ബുക്കിൽ ഇരിക്കുന്നു. അതായത് ദൈവസന്നിധിയിൽ നിൽക്കുന്നവര് ആട്ടുകുട്ടിയായവന്റെ രക്തം കൊണ്ട് അവന്റെ വസ്ത്രങ്ങളെ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന് ഇരിക്കുവാണ്. അപ്പം യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിയാൽ മാത്രമേ പാപം മാറി പോകത്തുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, ദൈവത്തിനെ നമ്മളെ സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് ദൈവ ആത്മാവ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾക്ക് അവിടെ സമാധാനവും സന്തോഷവും എല്ലാം വരുകയാണ്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ബൈബിൾ ദിവസം തോറും വായിക്കണം. നമ്മൾ ആഹാരം നമ്മുടെ ശരീരത്തിന് ശക്തി പകരുവാൻ ആഹാരം കൊടുക്കുന്നു. അതേപോലെ ദൈവവചനം നമ്മുടെ ആത്മാവിന് ശക്തി പകരുന്നതാണ്. ദിവസം തോറും നമ്മുടെ ആത്മാവിന് ശക്തി പകരാൻ ദൈവവചനം വായിച്ച് പ്രാർത്ഥനയിലും ദൈവവചനവും ധ്യാനത്തിലും ഒക്കെ ആണ് ദൈവവിശുദ്ധീകരണം. അങ്ങനെയാണ് വിശുദ്ധീകരണം ഉണ്ടാവുന്നത്. ആ വിശുദ്ധീകരണം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്നത്. ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അകത്ത് വരുന്നത്. ഈ ദൈവരാജ്യത്തിനകത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറുന്നത്. അത് ചിട്ടയും ക്രമവുമായിട്ടുള്ള വചന വായനയും പ്രാർത്ഥനകളൊക്കെ പറയണം. ആരുടെത്തെങ്കിലും പറഞ്ഞ് എൻ്റെ പാവം ക്ഷമിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ 1% കൂടെ അത് ക്ഷമിക്കപ്പെടത്തില്ല. അത് നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല. ദാനിയേൽ ബുക്ക് 11-ാം അധ്യായത്തിൽ 35-ാം വചനം പറയുവാണ്, ജ്ഞാനികൾ ചിലർ വീഴും. കാരണം അന്ത്യകാലത്തിൽ നമ്മൾ നിൽക്കുവാണ്. കാരണം എല്ലാ മനുഷ്യനും ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പണം, പ്രതാപം, ഇങ്ങനത്തെ പല കാര്യങ്ങൾ അതിലുണ്ട്. അതിനെ ഞാൻ എടുത്ത് ഒന്നായിട്ട് പറയുന്നില്ല, ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ലോകം എന്ന് പറഞ്ഞ ഒരു മായാലോകം മാതിരി ഇരിക്കുകയാണ്. ഈ മായാലോകത്തിനകത്താണ് ഓരോ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും ജ്ഞാനികളായിരിക്കുന്ന മനുഷ്യൻ കൂടെ വിഴുന്നു പോകാൻ സാധ്യതയുണ്ട്. ദൈവഭക്തന്മാര് വിഴുന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കണം. അപ്പം ദൈവം അവിടെ പറയുന്നു, ദാനിയേലിന്റെ ബുക്കിൽ പറയുന്നു, അവസാനത്തെ നാളിൽ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കി മാറ്റുവാൻ അന്തിമ ദിവസത്തിൽ അങ്ങനെ നടക്കുന്നത്.
അന്തിമ ദിവസത്തിൽ അവരെ നിർമ്മലരാക്കി ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാക്കി മാറ്റിയാൽ മാത്രമേ ദൈവത്തിന്റെ കൂടെ നമ്മൾക്ക് വസിക്കുവാൻ കഴിയുകയുള്ളൂ. ദാനിയേൽ 12-ാം അധ്യായത്തിൽ 10-ാം വചനം പറയുന്നു, അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ലാസ്റ്റ് അന്ത്യനാളിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിപ്പോ അന്ത്യനാളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ തന്നെ ഓരോരുത്തരും ശുദ്ധീകരിച്ച് നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കി മാറ്റി, വെണ്മ ഉള്ളവരാക്കി മാറ്റി. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുക, അവർ ഇത് ഗ്രഹിക്കുകയില്ല. എല്ലാവരും ഗ്രഹിക്കണമെന്നില്ല. ദൈവികമായി നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ഒരു പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. ലോകത്തിന്റെ മയാമോഹങ്ങൾ നമ്മളെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വഴിയെ വരുവാന് പല മനുഷ്യരും കഴിയാതെ വരുന്നു. എന്തുകൊണ്ടിട്ടാണ് ദൈവം അന്ത്യനാളുകൾ ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാക്കി മാറ്റാനുള്ള കാരണം കൂടെ വേണമല്ലോ. എന്തോ ഒരു കാരണം ഉണ്ടല്ലോ. 1000 വർഷത്തെ ഭരണം, യേശുവിൻ്റെ ഭരണം, ഈ രാജ്യങ്ങളെല്ലാം, ഈ രാജ്യത്തിനെ മുഴുവനും മാറ്റി യേശു ക്രിസ്തു, അതായത് വെളിപാട് 20-ാം അധ്യായം നിങ്ങൾ എടുത്ത് വായിച്ചാൽ യേശുവിൻ്റെ 1000 വർഷത്തെ ഭരണം അതിൽ കാണുന്നു. യേശുവാണ് ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. അതിൻ്റെ മുൻപിലുള്ള കാര്യങ്ങളാണ് ആന്റിക്രിസ്റ്റിന്റെ വരികയൊക്കെ. അപ്പൊ ഈ ആന്റിക്രൈസ്റ്റിന്റെ ഈ വരികയ്ക്ക് മുൻപ് ഇങ്ങനെ യുദ്ധം ഉണ്ടാവണം. യുദ്ധം ഇനി നമ്മൾ വിചാരിക്കുന്നു നമ്മള് ഇനിയൊരു നല്ലൊരു നാളുകൾ വരുമെന്ന്. അത് വരത്തില്ല. ഇതിനേക്കാളും കാഠിന്യമുള്ള നാളുകളിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ആന്റിക്രിസ്റ്റിന്റെ വരികയ്ക്കുള്ള എല്ലാ കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം അതിൻ്റെ ഒരു തുടക്കം മാറ്റമാണ്. ഇത് പുകഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ വെളിപാട് എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ, ദാനിയേൽ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ഇത് കഴിഞ്ഞ് ആന്റിക്രൈസ്റ്റ് 7 ഇയേഴ്സിന്റെ ഭരണം കഴിഞ്ഞിട്ടാണ് അടുത്ത് യേശു ക്രിസ്തുവിന്റെ ഭരണം, 1000 വർഷത്തെ ഭരണം വരുവാൻ പോകുന്നത്. ആ ഭരണം എങ്ങനെയിരിക്കും? എല്ലാ ജനതകളെയും, ജനപദങ്ങളെയും, ഭാഷക്കാരെയും മനുഷ്യപുത്രനായ യേശുവിനെ സേവിക്കേണ്ടതിന് എല്ലാ ആധിപത്യവും മഹത്വവും രാജ്യത്വവും യേശുവിന് പിതാവായ ദൈവം കൊടുത്തിരിക്കുകയാണ്. യേശുവിൻ്റെ ആധിപത്യം എന്നും എന്നേക്കും ശാശ്വതമാണ്. അത് ഒരിക്കലും അവൻ്റെ ആധിപത്യം ഇല്ലാതാകുന്നതല്ല. അവനാണ് എന്നും എന്നേക്കും ആധിപത്യത്തിന്റെ അധികാരിയായി ഇരിക്കുന്നത്. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. അനശ്വരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്തതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ ഉണ്ടായത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ മണവാട്ടിയെ വിശുദ്ധീകരിച്ച് ദൈവവും അവരുമായിട്ട് ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. യേശു ആകാശത്തിന് കീഴിൽ അവസാനം എന്താ നടക്കുന്നത്? യേശു ആകാശത്തിന് കീഴിലുള്ള സകല വിശുദ്ധർക്കും സകല രാജ്യങ്ങൾക്കും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധന്മാർക്ക് നൽകും. ദാനിയേൽ ബുക്കിൽ ഇരിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അവിടെ എന്താ പറയുന്നത്? സകല രാജ്യങ്ങളുടെ രാജ്യത്വവും ആധിപത്യവും അധികാരവും ആർക്ക് കിട്ടുന്നു? അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധന്മാര്. അത് നിങ്ങൾ പരിശുദ്ധരായിരുന്നു, നിങ്ങൾ, ഞാൻ, മറ്റുള്ളവർ പരിശുദ്ധരായിരുന്നു അവര്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളെയും ശുദ്ധീകരിച്ച് നിർമ്മലരാക്കി വെണ്മയിട്ടവരാക്കി മാറ്റുന്നത്. അത് പരിശുദ്ധന്മാർക്കാണ് കൊടുക്കുന്നത്. വെളിപാട് 21-ാം അധ്യായം 3-ാം വചനം പറയുന്നു, സിംഹാസനത്തിൽ നിന്നും ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. ആ സ്വരം എന്താ പറയുന്നത്? ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോട് കൂടെ വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. അതായത് മനുഷ്യനും അന്ന് നമ്മള് ആദത്തിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും മനുഷ്യരുമായിട്ട് ഒന്നിച്ചിരിക്കണമെന്നുള്ള ഒരു ദൈവത്തിന്റെ ഹൃദയ
ഇഷ്ടപ്രകാരമാണത് നടന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് ആദം കേൾക്കാതെ വന്നപ്പോൾ അവിടെ മിസ്സിംഗ് ആയി. ദൈവ ഈ രാജ്യം പിശാചിന്റെ കയ്യിലകപ്പെട്ടു. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, അതിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മറിയം വഴി യേശു കന്യ ഗർഭവതിയായി കുഞ്ഞിനെ, അത് ഇമ്മാനുവൽ എന്ന പേരിൽ വന്നത്. അപ്പൊ അവിടുന്ന് യേശു അവന്റെ രക്തം കൊടുത്ത് ലോകത്തെ രക്ഷിച്ചു. അതായത് നമ്മള് യെശയ്യാ 53 അധ്യായം എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അവന്റെ മക്കളായ മണവാട്ടികളെ അവൻ വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാക്കി മാറ്റി, നീതിയുള്ളവരെ മാറ്റി. അവനും, അതായത് ദൈവവും മനുഷ്യരും ഒന്നായിട്ട് ജീവിക്കേണ്ട, അതാണ് വെളിപാട് 21 അധ്യായത്തിൽ 3 വചനം പറയുന്നത്. ഞാൻ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള ഒരു ഷോർട്ടിൽ ഇതിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ സിംഹാസനത്തിൽ വലിയ സ്വരം കേട്ടു, ഞാൻ കേട്ടു. അവിടെ കേൾക്കുന്നത് നമ്മളെ ജോണാണ് യോഹന്നാനാണ് കേൾക്കുക. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടെ അവരോടുകൂടെ വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ തുടക്കം മുതൽ ഇന്നാൾ വരെയുള്ള ഒരു പോരാട്ടം പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം? തകർന്നു പോയ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ശരിയാക്കി മാറ്റണം. ദൈവത്തിൻ്റെ പ്രകാശം, അതായത് നമ്മുടെ മിസ്റ്റേക്കുകളെ നമ്മൾ ഏറ്റിപ്പറഞ്ഞ് നമ്മൾ റിപ്പൻ്റ് ആവണം. റിപ്പൻ്റ് എന്ന മനുഷ്യന് മനസ്സാന്തരമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബെസ്റ്റ് ഔഷധം, ഒരു നല്ല മരുന്നാണ്, ഏറ്റവും ഉത്തമമായ മരുന്നാണ് മാനസാന്തരം, റിപ്പൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ദൈവത്തോട് ഒരു പുതിയ ജീവിതം, ഐക്യതയിലേക്ക് വരുവാനുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എത്ര വലിയ പാവം നമ്മൾ ചെയ്താലും, ഒരു വ്യക്തി ചെയ്താലും, ഒരു കൊലപാതകം ചെയ്താൽ തന്നെ അവൻ ദൈവത്തിന്റെ കൂടെ, അവൻ കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ, എന്റെ ടെൻഷൻ കൊണ്ടോ ഏതെങ്കിലും കാരണം കൊണ്ടോ സംഭവിച്ചു പോയി, അബദ്ധം പറ്റിപ്പോയി, അറിഞ്ഞോ അറിയാതെ ഞാൻ ചെയ്തു പോയി, നിന്റെ രക്തത്താൽ എന്റെ പാവത്തെ കഴുകണമേ, എന്നെ ശുദ്ധീകരിച്ച് നിന്റെ മകനാക്കി എന്നെ മാറ്റണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കൂടെ കർത്താവ് വെറുതെ വിടത്തില്ല. അവനെ ഏറ്റുകൊണ്ട് അവന്റെ പാവങ്ങളെ അവൻ ക്ഷമിക്കും. അപ്പൊ നമ്മൾ അന്ത്യകാലത്തിന്റെ അരികിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷം, ലോകത്തിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോഴാണ് അന്ത്യം ഉണ്ടാകുന്നത്. ഈ അന്ത്യകാലത്തിലാണ് ദൈവവും മനുഷ്യരും കൂടെ ഒന്നായിട്ട് ജീവിക്കുന്നത്. ഈ വചനം ലോകത്തിന്റെ അവസാന കാലത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അപ്പൊ ഈ വചനം സുവിശേഷം എല്ലാ ജനതകളിലേക്കും എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും കേട്ടിട്ട് അതുവഴി പോകാതെ നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ ബന്ധുക്കളോട് പറയണം, സംഭവം ഇതാണ്, അതുകൊണ്ട് നമ്മൾ രക്ഷയിലേക്ക് വരണം. നമ്മൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ജീവൻ, മരണമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് എത്ര വില ഉയർന്നതാണ്. അപ്പൊ ആത്മാവ് എത്ര വില ഉയർന്നതായിരിക്കും. അപ്പം യേശുവിൻ്റെ ന്യായവിധിയുടെ കാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ അവിടെ ഒരു ലാസ്റ്റ് ശുദ്ധീകരണം നടക്കാൻ പോവുകയാണ്. ഈ ശുദ്ധീകരണത്തിൽ രാജാതിരാജനായി യേശു രണ്ടാം വരികയായിട്ട് വരുമ്പോൾ ദാനിയേൽ ബുക്കിൽ പറയുന്നത് പോലെ എല്ലാ ജനങ്ങളെയും അവൻ ശുദ്ധീകരിച്ച് അവന് വേണ്ടി, അതായത് വരുന്നവർ ശുദ്ധീകരിച്ച് അവന് വേണ്ടി അവൻ എടുക്കും. ലോകത്തിൻ്റെ അവസാന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ആന്റിക്രൈസ്റ്റിന് ഈ യുദ്ധങ്ങൾ വഴിയൊരുക്കി കൊടുക്കുവാണ്. അപ്പം ദൈവവിശ്വാസികൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവിശ്വാസികളായ മക്കൾ ജാഗ്രതയോടുകൂടെ ആത്മീയമായ വിശുദ്ധിയിലേക്ക് ജീവിക്കണം. ഈ കാപട്യമാകുന്ന ഇത് മധുര പലഹാരം കൊടുക്കുന്നത് പോലെയുള്ള വചനങ്ങളെല്ലാം കേട്ടിട്ട് നമ്മൾ നശിച്ചു പോകാതെ സത്യം എന്തെന്ന് മനസ്സിലാക്കുകയും സത്യം നമ്മളെ വിടുവിക്കുകയും ചെയ്യും.
അപ്പൊ മനുഷ്യപുത്രൻ വെളിപ്പെടാൻ കാലമായി. എഫേഷ്യൻസ് 6:24 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കാണ് കൃപയും നിത്യജീവനും സ്വർഗരാജ്യവും കിട്ടുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഈ വചനം ഇവിടെ മനസ്സിലായല്ലോ. രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ അവസാന നാളിൽ ഇപ്പോഴും രാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നടക്കുമ്പോൾ, ഇത് നടന്ന് ഫിനിഷാകുമ്പോൾ അന്ത്യകാലത്തിന്റെ എല്ലാ കാര്യങ്ങളും തയ്യാറാകേണ്ടത്, എല്ലാം തയ്യാറായി നടക്കാനുള്ളത് ദൈവം എന്ത് പറയുന്നു അത് മാത്രമേ നടക്കത്തുള്ളൂ. വചനം എന്ത് പറയുന്നു അത് മാത്രമേ നടക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾക്കെല്ലാം വിശുദ്ധ ജീവിതം നയിക്കാം.